ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് ഞാൻ പങ്കുവെക്കണത് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ്. അതിൽ സന്തോഷമുണ്ട് ദുഃഖമുണ്ട് കേട്ടോ. ദുഃഖം ലാസ്റ്റ് പറയാം. സന്തോഷം എന്ന് പറയണത് ഈ കുഞ്ഞു പിള്ളേരെ കണ്ടില്ലേ, കുഞ്ഞു കിളികളെ. ഇത് ഞാൻ പറയണത് ഇവർക്ക് ഞാൻ പേരിട്ടേക്കണത് കരിയിലക്കിളി എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തിട്ട പേരെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പേരിട്ടേക്കണത് കരിയിലയുടെ കളറുള്ളത് കൊണ്ട് കരിയിലക്കിളി എന്നാണ് കേട്ടോ ഞാൻ പേരിട്ടേക്കണത്. അപ്പോൾ പിന്നെ കുഞ്ഞിക്കിളി എന്നൊക്കെ വിളിക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ കുഞ്ഞിക്കിളി എന്നൊക്കെ വിളിക്കും. പിന്നെ ഇവർ മെയിനായിട്ട് വന്നേക്കണത് ഒരു ലക്ഷ്യമുള്ള നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മുടെ സപ്പോട്ടയാണ്. സപ്പോട്ട മേളിൽ നിൽപ്പുണ്ട്. ട്രീയുടെ ഇത് കാണിച്ചിട്ടില്ല. നമുക്ക് ഫ്രണ്ടിൽ നിങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. എന്നിട്ടാ വീഡിയോ കാണാത്തവർ പോയി കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ചിക്കുമരം, അതായത് സപ്പോട്ടമരം നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു കായ് വീണിട്ട് ഇങ്ങനെ ചിതറി കിടന്നു. അപ്പോൾ ഇവർ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പരിസരമൊക്കെ നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ചിക്കി തിരിഞ്ഞ് നടക്കണം. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് സ്പോട്ടിൽ ഇവർക്ക് ചിക്ക് കിട്ടി, അതായത് സപ്പോട്ട കിട്ടി. അപ്പോൾ അത് കഴിക്കണതാട്ടോ. ഇവർ രണ്ടുപേരല്ല, അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. കരിയിലക്കിളികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് അവർക്ക് അവിടെ ഇവിടെ ആയിട്ട് നിന്ന് കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞി സന്തോഷം കണ്ട. പൂപ്പിയുടെ അടുത്ത് പോയിട്ട് അവിടെയും കിടക്കണുണ്ട്, അങ്ങനെ കഴിക്കണുണ്ട്. പിന്നെ പൂപ്പിപ്പെണ്ണാണെങ്കിൽ ഉറക്കമാണ്. അവൾക്ക് കൊടുത്ത ഫുഡ് അവിടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അവൾക്ക് ഫുഡ് പിടിച്ചില്ല. ഇനി ചിക്കനും മട്ടനും ഒന്നും ഇല്ലാത്ത കാരണം ഫുഡ് അത്രയും പിടിച്ചിട്ടില്ല. അവളവിടെ കിടക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിക്കിളികൾ ഇതാ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, അതായത് നമ്മുടെ സപ്പോട്ട കഴിക്കുന്നുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ അകത്താക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇങ്ങനെ തർക്കം പോരായ്മകളൊന്നുമില്ല. അവരിങ്ങനെ ഒന്ന് കുത്തുമ്പോൾ പിന്നെ അങ്ങോട്ട് വീഴണം, പിന്നെ അത് കുത്തുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വീഴാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഫോണിൽ കുറച്ച് പേരൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കുറേ പേരുണ്ട് കേട്ടോ. കുറേ പേര് കൂട്ടത്തോടെ കുറേ നേരം നിന്നായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നല്ല രസമാണ് കാണാനായിട്ട്. മുറ്റത്ത് ഇങ്ങനെ വെറുതെ ഒന്ന് ഇരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് കേട്ടോ. എന്ത് രസമല്ലേ ഇവർക്കിടെ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ടല്ലേ. അപ്പം അങ്ങനെ കുറേ നേരം പോയിട്ട് നേരം പോകുന്നതേ അറിയുന്നുണ്ടാവില്ല. പിന്നെ എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും കരിയിലായിരിക്കും കേട്ടോ കഴിക്കണം. കരിയിലല്ല കേട്ടോ കഴിക്കണത്, നമ്മുടെ സപ്പോട്ട തന്നെയാട്ടോ കഴിക്കണം. മഴ പെയ്തിട്ട് കരിയിൽ അങ്ങനെ തന്നെ കിടക്കാണ് കേട്ടോ. അപ്പോൾ ഇറ്റടിക്കാനൊന്നും പറ്റിയില്ല. രാവിലെ ഒരു ട്രിപ്പ് അടിച്ചു, പിന്നെ വൈകിട്ട് അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാ കണ്ട, ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കുറച്ച് ലവേഴ്സൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടിൻ്റെ സൈഡിൽ തന്നെ വന്നിരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര അങ്ങനെ അവരിരിപ്പുണ്ട്. നമ്മുടെ കരിയിലക്കിളികൾക്ക് ഫുഡ് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ പാവങ്ങൾക്ക്. അപ്പോൾ അതിങ്ങനെ കുറച്ച് പേര് പല സൈഡിലായിട്ട് ഇങ്ങനെ ചിതറി കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരിക്കലും ഉറക്കൊക്കെ കഴിഞ്ഞതാ നോക്കണുണ്ട് കേട്ടോ. കൂപ്പിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതേ നോക്കണുണ്ട്. കിളികളൊക്കെ ഇങ്ങനെ പറന്നു വന്നുണ്ട്. പിന്നെ ഒരു സങ്കടകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ കാക്ക ലൈൻ കമ്പിയിൽ ഫ്രണ്ടിൽ തന്നെ കാണുന്ന കമ്പിയാണ് കേട്ടോ. അപ്പോൾ ലൈൻ കമ്പിയിൽ തൂങ്ങി കിടക്കുന്നുണ്ട്, അതായത് ചത്ത് കിടപ്പാണ്. അപ്പോൾ കുറേ നേരമായി ഞാൻ നോക്കി കഴിയുമ്പോൾ കുറേ നേരം ഇത് വീഡിയോസ് എടുക്കണ സമയത്ത് തന്നെ അവർ കുറേ നേരം ക്രാന്നും പറഞ്ഞിട്ട് കുറേ കാക്കകൾ കൂട്ടത്തിൽ ഇങ്ങനെ കരയണ ഒച്ച കേട്ടിട്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സീൻ കണ്ടു. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഈ കാക്കകൾ ആക്രമിക്കാനായിട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെ ആയിട്ട് തെങ്ങിൻ്റെ മുകളിലും പേരയുടെ മുകളിലും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം കണ്ട, ഇതാണ് തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നത് കുറേ കാക്കകളുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് കുറേ കാക്കകളുണ്ട്. എങ്ങാനും ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊത്ത് നല്ല കൊത്തായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. കണ്ട, അവർ പാവം അവർക്കിടെ കൂട്ടത്തിൽ ഒരാൾ വേർപിരിഞ്ഞ ദുഃഖമാണ് അവർ ഇങ്ങനെ നമ്മളോട് പറയണത്. അവർക്കിടെ കൂട്ടത്തിൽ ഒരാൾ പോയി എന്നാണ് നമ്മളോട് പറയണത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വിക്സ് തുളസി ഞാനൊരു കുഞ്ഞു കമ്പ് നട്ടതാണ്. അത് ഇത്രയ്ക്കായിട്ട് ഇതല്ല വേറെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിക്സ് തുളസി, പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോണത് ഈ പനിക്കൂർക്കയാണ്. ഇത് പനിക്കൂർക്കയല്ല മക്കളെ, ഇത് ചുമക്കൂർക്കയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഇത് ചുമക്കൂർക്കയാണ്. ഇത് നമ്മുടെ വിക്സ് തുളസി തന്നെയാണ്. ഇത് കുറേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പുഴുക്കൾ വന്നിട്ട് ആക്രമിച്ചതാണ് കേട്ടോ കാണണത്. അപ്പോൾ വളരെ പുഴുശല്യം ഉണ്ട്. അത് ഞാൻ കുറേയൊക്കെ നുള്ളിൽ കളഞ്ഞു, എന്നാലും ഉണ്ട്, പുഴു ഇങ്ങനെ വരണുണ്ട്. വിക്സ് തുളസി നല്ല മണാട്ടോ, നല്ല വിക്സിൻ്റെ നല്ല മണാട്ടോ. നല്ല മണമെന്ന് നല്ല മണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂമ്പാറ്റി ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ചുമക്കൂർക്ക, ഇതാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.